പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയം ഒത്തിരി കഴിഞ്ഞു പോയി എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് സ്നാക്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ 4 വട വെച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവിടെ ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരിയുടെ ലേറ്റ് ആയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. വളരെ സന്തോഷമുണ്ട്. ഈ ദൈവസഭയിൽ ഞാൻ വരുന്നില്ല എന്ന് വിചാരിച്ചാണ്, ഞാൻ പണിയുടെ തിരക്കുകൊണ്ട് വരുന്നില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്. വന്നില്ലായിരുന്നെങ്കിലും ഒരു നഷ്ടമായേനെ. കാരണം നിങ്ങളുടെയൊക്കെ വളരെ കഴിവുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള സഹോദരിമാർ. പ്രത്യേകിച്ച് വളരെ കഴിവുള്ള സഹോദരിമാരാണ്. അവരുടെ മാതൃകയാക്കണം നമ്മുടെ സഭയിലുള്ള സഹോദരിമാർ. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കണം ദൈവം സഹായിക്കും. പ്രത്യേകിച്ച് മറിയ സിസ്റ്റർ, മറിയുന്നല്ലേ? അതെ, മറിയ സിസ്റ്ററുടെ ആ സ്കിറ്റ് കണ്ട് ഞങ്ങളെല്ലാം കരഞ്ഞു പോയി. അത്രത്തോളം സിസ്റ്ററിന് ഉയരത്തിൽ കുറവാണെങ്കിലും കഴിവിൽ ഉയരമുള്ളതാണ്. വളരെ പേരെടുത്ത് എല്ലാവരെയും എനിക്ക് അറിയത്തില്ല, പേരെടുത്ത് പറയത്തക്കവണ്ണം അവര് ഇതിനകത്ത് പെർഫോം ചെയ്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. എല്ലാത്തിനും ഒരു ശക്തിയുണ്ട് അല്ലെ? എല്ലാ കാര്യത്തിനും ഒരു ശക്തിയുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പം ഇവിടെ നമ്മൾ ഈ ഒരു വാടകയ്ക്കാണെങ്കിലും റെന്റിനാണെങ്കിൽ തന്നെ ഒരു പള്ളിയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇങ്ങനെ ഒരു മകുടം, പിന്നെ നമ്മുടെ ആ വാതിലിൽ കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം ഒരു പള്ളിയുടെ ഒരു അന്തരീക്ഷമാണ്. അപ്പം ഇതിനകത്ത് പല ഉപകരണങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട്, ലൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, AC പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ശക്തി ആവശ്യമാണ്. എന്താണ് ആ ശക്തി? വൈദ്യുതി ആവശ്യമാണ്. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളത്തിലൂടെയാണ്. വെള്ളം കയറ്റി ഒരു കുഴലിനകത്തൂടെ വിട്ടിട്ട് അത് ജനറേറ്റർ കറക്കിയാണ് നമ്മളെ ഓരോ വീടുകളിലും ഇത് എത്തിക്കുന്നത്. ഈ എത്തിക്കുന്നത് പലതരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മൾ ചിലര് റൂം തണുപ്പിക്കാൻ, ചിലര് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ, TV കാണുവാൻ, ചാർജ് ചെയ്യുവാൻ, അങ്ങനെ പലതരത്തിൽ ഈ വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും ഒരു ശക്തിയുണ്ട്, ഒരാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചു. പിന്നീട് പരിശുദ്ധാത്മാവിലൂടെ ആ ശക്തി നമുക്ക് ലഭിച്ചു. ആ ശക്തി നമ്മളുടെ ഓരോരുത്തരുടെ മേലും പ്രവർത്തിക്കുന്ന ഓരോ തരത്തിലാണ്. ഒരുത്തന് ജ്ഞാനത്തിന്റെ വചനം, അത് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പിന്നീട് വിശ്വാസം, അതിരു കവിഞ്ഞ കടുകുമണിയോളം ഉള്ള മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നൽകി. ചിലർക്ക് രോഗശാന്തി വരം, ചിലർക്ക് വീര്യപ്രവർത്തികളുടെ വരം, ചിലർക്ക് പ്രവചനത്തിന്റെ വരം, ചിലർക്ക് ഭാഷകളുടെ വ്യാഖ്യാനങ്ങളുടെ വരം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആത്മാവിനാൽ നമുക്ക് ആ ശക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ശക്തിയുടെ പ്രകടനമാണ് ഇന്ന് പകൽക്കാലം നമ്മളിവിടെ കാണുവാനിടയായത്. ഇതൊക്കെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തരണം. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്. ദൈവശക്തി നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ വൈദ്യുതിയുടെ ശക്തി എപ്രകാരമാണോ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നത്, എപ്രകാരമാണ് മറ്റുള്ളവരെ തണുപ്പിക്കുന്നത്, എപ്രകാരമാണ് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ ഷെറോറ പട്ടണത്തിൽ അനേകർക്ക് ഒരു ആശ്വാസമായി മാറണം, അനേകർക്കൊരു തണുപ്പായി മാറണം, അനേകർക്കൊരു വെളിച്ചമായി മാറണം, അനേകർക്കൊരു ശക്തിയായി മാറുവാൻ തക്കവണ്ണം ഇടയാകണം. അതിന് ഈ സഭയും ദൈവദാസിയും മറ്റ് പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ഇവിടെ 1 വർഷമേ ആയുള്ളല്ലോ ഇവിടെ ഒരു ദൈവസഭ തുടങ്ങിയിട്ടൊന്നും ആർക്കും തോന്നത്തില്ല. പക്ഷെ അത്രത്തോളം നിങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് ഓർത്തതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. നിങ്ങളെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ഇത്രത്തോളം വളരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ സഭയെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. നമുക്ക് വേണ്ടി മുൻകരുതുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ദാവീദ് ഒരാട്ടിടയനായി മുന്നോട്ട് പോയപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു സിംഹവും കരടിയും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ സിംഹവും കരടിയും വന്നു.
നമുക്കറിയാം, ഒരു മനുഷ്യന്റെ നേരെ ഒരു സിംഹം വന്നാൽ, ഒരു കരടി വന്നാൽ ഒരിക്കലും അവന് ആ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഒരു കരടിയുടെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കാരണം എന്താ? സിംഹത്തിന്റെ ശക്തിയും പിന്നെ കരടിയുടെ ശക്തിയും മനുഷ്യന്റെ ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെയാണ് അവതിനെ അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ പോലെ, അല്ലെങ്കിൽ ഒരു കോഴിയെ വലിച്ചു കീറുന്നത് പോലെ, അല്ലെങ്കിൽ വലിച്ചു കീറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വന്നു. അതെന്തിനാണ് ആ ശക്തി കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ മല്ലൻ 40 ദിവസത്തോളം ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചു. ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ശൗലിന്റെ അടുത്ത് വന്നിട്ട് ദാവീദ് പറയുകയാണ്, എനിക്ക് ഇവനെ വീഴ്ത്താനുള്ള ശക്തിയുണ്ട്. അപ്പൊ ശൗല് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഇതിന് സാധിക്കും? നിനക്ക് എന്തെങ്കിലും ഒരു മുൻപരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പം പിന്നെ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കാനായിട്ട് വനാന്തരങ്ങളിൽ പോയപ്പോൾ ഒരു ദിവസം ഒരു സിംഹവും കരടിയും എൻ്റെ നേരെ ചാടി വന്നപ്പോൾ ഞാൻ അതിനെ വലിച്ചു കീറിക്കളയുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. എന്താണ്? ഈ ഗോലിയാത്തിനെ താഴ്ത്തിയിടാനുള്ള ഒരു ധൈര്യം എൻ്റെ മേൽ ഉണ്ടെന്ന് ദാവീദ് ശൗലിനോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. എങ്ങനെ? ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന മുൻകരുതലാണിത്. നമുക്കറിയാം, മുമ്പ് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ജിസാന്റെ പട്ടണത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ എക്സിറ്റ് അടിച്ചു വെച്ചിരുന്ന ദൈവദാസനാണ് നിങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇവിടേക്ക് അയച്ചത്. കർത്താവ് ഒരു മുൻ നിയമിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം, ഈ സഭയെ നയിക്കുവാൻ, ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുവാൻ അനേകരുടെ കണ്ണുനീരാണ് അല്ലെ. പലപ്പോഴും ഇവിടെ നിന്ന് ഒരുപാട് സഹോദരിമാര് നെജറാൻ പട്ടണത്തിൽ വന്ന് കർത്താവിനെ ആരാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ആ ഭാരം, അതിന്റെയൊക്കെ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം കേട്ടിട്ടാണ് ഈ ഷെറോറയിൽ ഒരു മുൻകരുതൽ ആവണവും ദൈവം ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദാവീദിനെ ചിട്ടപ്പെടുത്തി. എന്താണ്? 5 കല്ലെടുത്ത് എന്തിനാണെന്നറിയാമോ? ഗോലിയാത്തിന് 5 സഹോദരങ്ങളാണ്. ഒരുത്തനെ കൊന്നാൽ ഒരുത്തനൂടെ ചിലപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കും, അല്ലെങ്കിൽ അഞ്ചാമനായി ഒരുത്തൻ എഴുന്നേറ്റ് വരും. പക്ഷെ അതിനു വേണ്ടി കരുതി ദാവീദ് 5 എണ്ണം എടുത്ത് കീശയിൽ ഇടുവാൻ തക്കണം, അല്ലെങ്കിൽ സഞ്ചിയിൽ ഇടുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മുൻകരുതുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം. അല്ലെങ്കിൽ സ്വത്രം. അതുകൊണ്ടാണ് സ്വത്രം നമ്മുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പരീക്ഷയോടുകൂടെ നമുക്ക് നീക്കുപോക്കുകളും അയക്കുന്ന ദൈവമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് വിചാരിക്കും, ദൈവമേ അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ, ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ കരയാറുണ്ട്, ദൈവത്തോട് പരാതി പറയാറുണ്ട്, പിറുപിറുക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് അതിനൊക്കെ എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ ആ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുകയാണെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അബ്രഹാമും ഇസഹാക്കും യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോ അബ്രഹാം പിന്നെ കത്തി ഓങ്ങി ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ഒരാടിനെ അവിടെ കാണുവാനിടയായി. ആ ആട് എങ്ങനെ വന്നതായിരിക്കും? ചിലപ്പോൾ 100 ആടിനെ മേയിച്ചുകൊണ്ട് പോയ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ദൈവം എന്ത് ചെയ്തു? കുരുക്കിയിട്ടത് മാത്രമല്ല, അതൊരു മൃഗം പിടിക്കാതെ അല്ലെങ്കിൽ വേറെ ഒരാളിന് കൊടുക്കാതെ ഇത് ഇസഹാക്കിന് പകരമായി യാഗം കഴിക്കത്തക്കവണ്ണം ദൈവം അതിനെ മാറ്റി നിർത്തി. എന്ന് പറഞ്ഞതുപോലെ ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? മാറ്റി നിർത്തുവാനിടയായി. മുൻകരുതലിന് വേണ്ടി മാറ്റി നിർത്തുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മുൻകരുതൽ, മറഞ്ഞിരിക്കുന്ന ചില കരുതലുകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭാരപ്പെടുന്ന, ഇന്ന് കഷ്ടപ്പെടുന്ന, ഇന്ന് വേദന അനുഭവിക്കുന്ന ദൈവജനമേ, നിനക്കൊരു നല്ല കാലമുണ്ട്, നിനക്കൊരു നല്ല ദിവസങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കാഴ്ചയാണ് ഈ ദൈവസഭ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു ദൈവസഭ വരുത്തില്ല, ഇവിടെ ഒരു ആരാധന ഉണ്ടാകില്ല എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടവർ പലരും കാണും. പലരും കരഞ്ഞിപ്പെടുന്ന് പോയവര് കാണും, എക്സിറ്റ് അടിച്ച് പോയവര് കാണും. അവരൊക്കെ ഇപ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഈ ദൈവസഭ ഇവിടെ വരുവാൻ വേണ്ടി. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, സണ്ണിച്ചാൻ ഇവിടെ നിന്ന്
ബന്ധപ്പെട്ട് 400-350 കിലോമീറ്റർ ടാക്സി പിടിച്ച് അവിടെ വന്ന് എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് വന്നിരുന്നു. എത്രത്തോളം ചെലവാ അദ്ദേഹത്തിന്? 1000 റിയാൽ 1500 റിയാലേ ശമ്പളമുള്ളായിരുന്നു. പക്ഷേ തന്റെ ആരാധനയ്ക്ക് വേണ്ടി ദൈവം അവരെ വില കൊടുത്തപ്പം തന്റെ 3 മക്കളെ അമേരിക്കയുടെ പ്രദേശത്തെ ദൈവം അയക്കുകയാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, നമുക്ക് വേണ്ടി മുൻകരുതുന്ന, നീ നേരോടെ നിന്നാൽ നിനക്ക് വേണ്ടി മുൻകരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഏലിയാവിന്റെ തോട്ടിലെ വെള്ളം പറ്റിപ്പോയി. ഏലിയാവിന്റെ തോട്ടിലെ വെള്ളം പറ്റി. തോട്ടിലെ വെള്ളം പറ്റിയപ്പം താനെ മരിക്കുവാനായിട്ട് ഇച്ഛിച്ചു. പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ അല്ലായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം അവന് ദൂരെ ഓടണമെന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. നമുക്കറിയാം, ദേശത്തെങ്ങും വെള്ളമില്ല, എങ്ങും മഴ കിട്ടിയിട്ടില്ല. എവിടൊക്കെ വെള്ളമുണ്ടെന്ന് തിരക്കി ആഹാബും സൈന്യവും നടക്കുകയാണ്. പക്ഷേ അവിടെ വെള്ളമുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആഹാബിന്റെ പിടിയിൽ ഏലിയാവ് പോകുമായിരുന്നു. കാരണം ടാങ്കറിനെ അയച്ച് അവിടെ നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് പോയേനെ. അത്രയ്ക്ക് ശക്തി ആഹാബിനും ആഹാബിന്റെ സൈന്യത്തിനും ആഹാബിന്റെ രാജ്യത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ ഏലിയാവിനെ അവിടെ എന്ത് ചെയ്തു? കാക്കയുടെ വരവ് നിന്ന് തോട്ടിലെ വെള്ളം പറ്റിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവം നമ്മുടെ വഴി അടച്ചു എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടരുത്. വഴി അടച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ 9 വഴികളെ ദൈവം തുറന്നു തരുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, മൊർദെഖായിക്കും എസ്തേറിനും ഒരു വിടുതലുണ്ട്. അതിന് ദൈവം എന്താ ചെയ്തതെന്നറിയാവോ? രാജാവിന് ഒരു ദിവസത്തെ ഉറക്കം കെടുത്തിയപ്പോൾ മൊർദെഖായി എന്റെ ജീവിതത്തിൽ ചെയ്ത എന്താണെന്ന് അവൻ ഓർക്കുവാനിടയായി. അതുകൊണ്ട് എന്ത് ചെയ്തു? മൊർദെഖായിയെ ദൈവം ആ രാജകൊട്ടാരത്തിൽ മാനിക്കുവാനിടയായി. എസ്തേറിനെ എന്ത് ചെയ്തു? വസ്തിക്ക് പകരം രാജ്ഞിയാക്കി ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും പലരും ഈ എസ്തേറിനെ നോക്കി പറഞ്ഞിട്ടുണ്ടാകും, അപ്പനില്ല, അമ്മയില്ല, ഇവളെ ഇനി എന്തായിത്തീരും, ഇവിടെ ഭാവി എന്തായിത്തീരുമെന്നൊക്കെ ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാകാം. അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവള് ഹല്ലേലൂയ സ്തോത്രം ആ രാജ്യത്തെ രാജ്ഞിയായി മാറത്തില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ദൈവം അവൾക്ക് വേണ്ടി മുൻകരുതിയത് കൊണ്ട് അവൾ ഒരു വലിയ മാണിക്യമായി, സ്ത്രീകളിൽ ഏറ്റവും വലിയ സ്ഥാനത്ത് എസ്തേറിനെ ആക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, മറഞ്ഞിരിക്കുന്ന ദൈവിക കരുതലിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് കരമടിച്ച് സ്തുതിച്ചാട്ടെ. കരമടിച്ച് സ്തുതിച്ചാട്ടെ. ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയ ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുന്നത്, ഈ ദൈവദാസൻ അനുഭവിക്കുന്നത്, ഈ ദൈവദാസി അനുഭവിക്കുന്നത് ആ ദൈവിക വിടുതല് ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ദൈവദാസനും ദൈവസഭയ്ക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അയക്കുന്നു. നിങ്ങളുടെ വിശപ്പിനെ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ ഒരിക്കൽ കൂടി മുക്തകണ്ഠമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സഭയെ പിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ